വെറും 2 രൂപയുടെ ബ്രൂ മതി നിങ്ങളുടെ എത്ര വളഞ്ഞൊടിഞ്ഞ ഭംഗിയില്ലാത്ത മുടിയാണെങ്കിലും നല്ല പട്ടുപോലെ മൃദുലമാർന്ന കറുത്ത് ഇരുണ്ട് കണ്ടീഷണർ ചെയ്ത മുടി പോലെയാകും. നമസ്കാരം, വിനയാസ് വേഡിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക്. കാലത്തെഴുന്നേറ്റ് ഒരു കട്ടനൊക്കെ കുടിച്ചാലേ ഉഷാറാകത്തുള്ളൂ എന്ന് പറയുന്നവരാണ് നമ്മളിൽ പലരും, അല്ലേ? ശരീരത്തിന് ഉന്മേഷം തരാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഈ കാപ്പിപ്പൊടിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ചെറിയൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂണോളം കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. ഈ പൊടിക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ചിന്തിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ കാപ്പിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മുഖം ഒന്ന് ഡള്ളായെന്ന് തോന്നിയാൽ ഉടനെ തന്നെ ബ്യൂട്ടി പാർലറിലേക്ക് ഓടുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷവും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഈ മിക്സ് നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ ചർമ്മത്തിലെ മൃതകോശങ്ങളെ അകറ്റുകയും ചർമ്മ സുഷിരങ്ങളെ തുറക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ചർമ്മത്തിന് കൂടുതൽ മിനുസവും തിളക്കവും ഒക്കെ ഉണ്ടാകും. ഒരേ സമയം തന്നെ നമുക്കിത് ഫേസ് മാസ്ക് ആയിട്ടും സ്ക്രബായിട്ടും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. വെറുതെ കെമിക്കലുകളുടെ പുറകെയൊക്കെ പോയിട്ട് വെറുതെ രോഗങ്ങളൊക്കെ വരുത്തി വയ്ക്കുന്നതിനേക്കാളും ഒത്തിരി നല്ലതല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അല്പം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കിച്ചണിൽ പാചകം ചെയ്യുമ്പം പലതരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഇറച്ചി, മീൻ അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പം മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ദുർഗന്ധം നിലനിൽക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഉണക്കമീൻ അങ്ങനെയൊക്കെ ഉള്ളത് വറുത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് നമ്മുടെ വീട് മുഴുവനും വീടിൻ്റെ പരിസരത്ത് പോലും കൂടെ അങ്ങനെ ഒരു സ്മെല്ലായിരിക്കും. അപ്പോഴായിരിക്കും ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നാണം കെടാതെ ഇരിക്കാനായിട്ട് ആ സ്മെല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കുക. ഇങ്ങനെ ഈ കാപ്പിപ്പൊടി ചൂടായിട്ട് ഇങ്ങനെ ആ ഒരു പുക വരാൻ തുടങ്ങുന്ന ആ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, നല്ല കാപ്പിപ്പൊടിയുടെ സ്മെല്ലായിരിക്കും നമ്മുടെ വീട് മുഴുവനും. അങ്ങനെ നമുക്ക് നമ്മുടെ കിച്ചണിലെ ദുർഗന്ധം അകറ്റാൻ വേണ്ടിയിട്ട് പറ്റും വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ എന്താ പറയുക, കിച്ചണിലും അതുപോലെ തന്നെ ബാത്റൂമുകളിൽ അങ്ങനെയൊക്കെയുള്ള ബാഡ് സ്മെല്ലുകളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം കേട്ടോ. ഈ ഒരു ചെറിയ ബൗള് നോക്കിക്കേ, ഒരുപാട് പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ അങ്ങ് വല്ലാണ്ട് ഡള്ളായി പോയിട്ടുണ്ട്. ആ തിളക്കമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പഴയ പാത്രങ്ങൾ, പഴയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല പുതുമയോട് കൂടി ഇരിക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പ് പറഞ്ഞു തരാം. വേറൊന്നുമല്ല, കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക, വളരെ കുറച്ച് മതി. എന്നിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അകത്തും പുറത്തും എല്ലാം നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ കഴുകിയിട്ട് എടുക്കണം. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യണമെങ്കിൽ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ട് ഞാനത് കഴുകി എടുത്തപ്പോഴത്തേക്കിനും നല്ല അടിപൊളിയായിട്ട് തന്നെ ആ കറകളെല്ലാം ഉണ്ടായിരുന്ന എല്ലാം പോയിട്ടിട്ട് നല്ല പുതിയ പാത്രം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പഴയ പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് പുതിയതാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, രാവിലെ നമ്മളെല്ലാവരും കാപ്പി കുടിക്കാറുണ്ടല്ലേ, കട്ടൻ കാപ്പി. അപ്പം ആ കട്ടൻ കാപ്പി എടുത്ത പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ കാപ്പി മട്ട് ഉണ്ടാവും. സാധാരണ എന്താ നമ്മളിത് ചെയ്യുന്നത്, നമ്മളിത് വെള്ളത്തിൽ ഒഴിച്ച് കളയുകയാണ് അല്ലേ, വാഷ് ബേസിനിലേക്ക് അങ്ങ് ഒഴിച്ച് കളയും. നമ്മുടെ ഗ്ലാസ്സുകളിലൊക്കെ അടിഭാഗത്തായിട്ട് ഇതുപോലെ എത്ര പേര് കാപ്പി കുടിച്ചോ അത്രയും ഗ്ലാസിൻ്റെ അടിയിൽ ഇതുപോലെ കാപ്പിമട്ട് ഉണ്ടാവും. അപ്പോൾ ഇനി അതൊന്നും കളയണ്ട കേട്ടോ, നമുക്ക് കിടിലൻ ഒരു സൂത്രം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കാപ്പിമട്ടെല്ലാം കൂടെ ഒരുമിച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് എടുക്കാം കേട്ടോ. അപ്പം കുറച്ചേറെ വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഇതുകൊണ്ട് ഈ കപ്പിനകത്ത് ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ചെടികൾക്ക് നല്ലൊരു വളമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഈ ഒരു കാര്യം? ഇതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ ധാതുക്കളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ ഫോട്ടോസിന്തസിസിനും ഒക്കെ ഇത് നമ്മൾ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ സഹായിക്കും. മണ്ണിലെ ആ ഒരു ജൈവാംശം കൂട്ടാനും വായുസഞ്ചാരം വർദ്ധിപ്പിക്കുവാനും മണ്ണിൻ്റെ ഘടന തന്നെ മാറ്റാൻ
വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ മണ്ണിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. ഇത് കൂടുതലായിട്ടും റോസ, തക്കാളി, ഉരുളക്കിഴങ്ങ് എന്നിവയുടെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിട്ടിരിക്കും. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ കമ്പോസ്റ്റ് രീതിയിൽ കാപ്പിമട്ട മറ്റ് കമ്പോസ്റ്റ് അവശിഷ്ടങ്ങളുമായിട്ട് ചേർത്ത് വളമാക്കിയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ചെറിയൊരു ബൗൾ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണോളം കാപ്പിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കറിയാം നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിലൊക്കെ ദുർഗന്ധം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇറച്ചി മീനും ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് കൊണ്ട് തന്നെ പലരുടെയും ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാം ആ ദുർഗന്ധം എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിലെ ദുർഗന്ധം പോകാൻ വേണ്ടി നിങ്ങളിതുപോലെ കുറച്ച് കാപ്പിപ്പൊടി ഒരു ചെറിയ പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ വെക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ല് പോകുന്നതായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാപ്പിപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അത് അഴുക്ക് സ്മെല്ലുകളെയൊക്കെ ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ ഈ കാപ്പിപ്പൊടി ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇടയ്ക്ക് നിങ്ങൾ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ഈ കാപ്പിപ്പൊടി ഒന്ന് ഇളക്കിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് നമുക്ക് കുറച്ച് അധികം നാൾ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് കാപ്പിപ്പൊടി കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഷൂവിലെ ദുർഗന്ധം കളയുന്നത് എന്ന് നോക്കട്ടെ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന ആ ഒരു ഷൂ ആണെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരല്പം കാപ്പിപ്പൊടി ഇതാ ഇങ്ങനെ കയ്യിലിടുക. എന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഷൂവിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെതറി കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെയാണ് പെട്ടെന്ന് നമുക്കിങ്ങനെ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ടൊന്ന് കൊട്ടിക്കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്ക് വേറൊരു രീതിക്കും കൂടി ചെയ്യും. ഇപ്പോൾ വൈറ്റ് കളർ ഷൂ ഒക്കെ ആണെങ്കിൽ ഈ ഒരു രീതി നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയ ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ പഴയ സോക്സിലോ ഒക്കെ നിങ്ങൾ കോഫി പൗഡർ എടുത്തിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു വായൊക്കെ ഒന്ന് കെട്ടിയതിന് ശേഷം ഇങ്ങനെ ഷൂവിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് രാവിലെ പോകാൻ നേരത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും രാത്രിയിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം ഈ കാപ്പിപ്പൊടിയിലെ നൈട്രജൻ അത് വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ദുർഗന്ധം മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ചെറിയൊരു മൺചിരാത എടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് കാപ്പിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് കർപ്പൂരം, അതായത് ഒരു കർപ്പൂരത്തിൻ്റെ മുഴുവൻ ടാബ്ലറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഞാനൊന്ന് അല്പം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ നടുഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കത്തിക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കത്തുമ്പം പെട്ടെന്ന് തന്നെ ആ കാപ്പിപ്പൊടിയിലേക്ക് തീയാകും. അതിങ്ങനെ ഒന്ന് ഊതിക്കെടുത്തുക. ഒന്ന് കത്തി വരുമ്പോഴേക്കും നമ്മൾ ഊതിക്കെടുത്തുക. അപ്പോഴേക്കും ഇതേപോലെ ഇങ്ങനെ പുകയും. അപ്പോൾ ഈ ഒരു പുക കൊണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ കൊതുകുകളെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഈ ഒരു സ്മെല്ല്, കാപ്പിപ്പൊടിയുടെ സ്മെല്ലും അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെ സ്മെല്ലും അത് കൊതുകുകൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ സന്ധ്യയാകുന്ന സമയത്ത് കൊതുകുകൾ ധാരാളം ഉള്ളപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കർപ്പൂരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാപ്പിപ്പൊടിയിലും തീ പെട്ടെന്ന് തന്നെ ഒന്ന് പിടിക്കുന്നതായിരിക്കും. എന്നാൽ ആളി കത്തത്തൊന്നുമില്ല. അപ്പം ഇങ്ങനെ കത്തി വരുന്ന സമയത്ത് നിങ്ങളത് ഊതിക്കെടുത്ത് അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇരുന്ന് പുകഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അല്പം കാപ്പിപ്പൊടി മതി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി ലാസ്റ്റത്തെ ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 രൂപയുടെ ഒരു ബ്രൂ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബ്രൂ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സാധാ കാപ്പിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അതിലോട്ട് ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അല്പം തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 സ്പൂണോളം തേനൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു എന്താ പറയുക, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ പായ്ക്ക് നമുക്ക് മുടി ഇഴകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുടി മേടങ്ങിട്ടത് കൊണ്ട് തന്നെ ഇതുപോലെ ഒടിഞ്ഞൊടിഞ്ഞ് ഒരു ഭംഗിയില്ലാതെയാണ് കിടക്കുന്നത്. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് മുടി ഇഴകളിലെല്ലാം തലയോട്ടിയിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ പോയിട്ട് നമ്മുടെ ശിരോചർമ്മം നന്നായിട്ട് ക്ലീൻ ആകും. അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കമൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെക്കാം. അതിനുശേഷം നിങ്ങൾക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാഷ് ചെയ്ത് ഉണക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിയാൽ മുടി ഭംഗി നോക്കിക്കേ, നല്ല തിളക്കത്തോടു കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സ്ട്രെയിറ്റ് ചെയ്ത പോലെ തന്നെ മുടി കിടപ്പുണ്ട്. അതുപോലെ തന്നെ നല്ല കണ്ടീഷണർ ചെയ്തതുപോലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 1 മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല സമൃദ്ധിയായിട്ട് വളരുകയും ചെയ്യും. മുടിയുടെ ഭംഗി നിലനിൽക്കുകയും ചെയ്യും. നല്ല കറുത്തിരണ്ട മുടി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ കാപ്പിപ്പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ.